നമസ്കാരം, ഞാൻ മാണിക്കൻ മഞ്ഞാടി. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഐ എം സുസ്മി കൃഷ്ണൻ. പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്നോ ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് പുതുവത്സര ആശംസ ദിനങ്ങൾ നേരുക എന്ന് പറയുന്നത്. മാഷേ, കഴിഞ്ഞ പുതുവർഷ ദിനത്തിൽ ആരും ശപിച്ചിട്ടല്ല മഹാരോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നത്. അതെ, അപ്പോൾ ഈ പുതുവർഷ ആശംസക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു പുതുവർഷ ആശംസകളിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം തന്നെ നമ്മുടെയൊക്കെ ആത്മസംതൃപ്തിക്ക് അപ്പുറത്തൊന്നുമില്ല. അത് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെയും നമ്മൾ പുതുവത്സരാശംസകൾ നേരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു സംശയം ബാക്കിയുണ്ട്. ഈ പുതുവർഷ ദിനത്തിൽ സംഭവിക്കുന്ന എന്തോ ഒന്ന് ആ വർഷം മുഴുവൻ നമ്മെ സ്വാധീനിക്കാൻ ഇടയില്ലേ? തീർച്ചയായും കൗതുകകരമായിട്ടുള്ളൊരു ചോദ്യമാണ് സുസ്മി ചോദിച്ചത്. അപ്പോൾ പ്രേക്ഷകരോട് നമുക്കത് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അതിനുത്തരം പറയുന്നതിന് മുൻപ് കുറച്ചുകൂടി കൗതുകകരങ്ങളായ വസ്തുതകൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പോഴേ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ കഴിയൂ. എന്താണത്? സത്യത്തിൽ വളരെയധികം കൗതുകകരവും ചിന്തയ്ക്ക് ഇട നൽകുന്നതുമായ ഒരു വസ്തുതയാണത്. തീർച്ചയായിട്ടും സുസ്മി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് പണ്ട് മനുഷ്യൻ കാലങ്ങൾ കടന്നു പോകുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒരു ഉപാധിയാണ് ദിവസങ്ങളും മാസങ്ങളും. അവ രണ്ടും പ്രധാന ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അടയാളപ്പെടുത്തിയവയല്ലേ? തീർച്ചയായിട്ടും 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 സൂര്യനെ അതായത് സൂര്യൻ്റെ ഉദയാസ്തമയവുമായി ബന്ധപ്പെടുത്തിയാണ് ദിവസം നിശ്ചയിക്കുന്നത്. അതേസമയം ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാസങ്ങൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വെളുത്ത വാവ്, കറുത്ത വാവ് എന്നൊക്കെ പറയുന്നതാണ്. അതെ 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 അത് തന്നെയാണ്. അതായത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്ക് എടുക്കുന്ന സമയം 14 ദിവസം കഴിയുമ്പോൾ കറുത്ത വാവ്, 14 ദിവസം കഴിയുമ്പോൾ വെളുത്ത വാവ്. ഇതാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 14 28 ദിവസങ്ങൾ. അപ്പോൾ ആ 28, 29, 30 ദിവസങ്ങൾ കടന്നു വരുന്നതാണ് ഈ വൃദ്ധിക്ഷയങ്ങളുടെ ദൂരം. ഇതാണ് ഒരു മാസമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? അതാണ്. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിന്റെ അടിസ്ഥാനം കണക്കാക്കുമ്പോൾ ഇത് 12 മാസം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 12 മാസങ്ങൾ ചേരുന്നതിന്റെ ദൈർഘ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഋതുക്കൾ. ഇപ്പോൾ വസന്തകാലം, അതുപോലെ തന്നെ ഗ്രീഷ്മം, ഇങ്ങനെ പോകുന്ന ഋതുക്കളുണ്ട്. ഇത് ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുന്നതായി മനുഷ്യൻ അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ പ്രത്യേകിച്ച് അവൻ്റെ കൃഷി, അതുപോലെ തന്നെ മറ്റു ജീവിത സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഋതുമാറ്റം അവൻ ശ്രദ്ധിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ ആ ഋതുക്കളുടെ മാറ്റം മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ ഏകദേശം 365 ദിവസങ്ങൾ വരും. അതിനെ ഒരു വർഷമായി കണക്കാക്കി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജനുവരി പുതുവർഷമാവുന്നത്? വർഷം കണക്കാക്കാൻ അല്ലെങ്കിൽ കൂടി നമ്മുടെ ഭാരതീയരേക്കാൾ കൂടുതൽ ഒരുപടി മുൻപോട്ട് സഞ്ചരിച്ച റോമാക്കാര് അവരവരുടെ ഭാഗ്യദേവതയായി കാണുന്നത് ജാനസ് എന്ന് പറയുന്ന ഒരു ദേവതയാണ്. ഈ ജാനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരട്ട മുഖമാണ്. അതായത് ഒന്ന് മുൻപിലും മറ്റൊന്ന് പിന്നിലും 4 കണ്ണുകളുള്ള ഒരു ദേവതയായിട്ടാണ് റോമാക്കാർ അതിൽ വിശ്വസിക്കുന്നത്. അപ്പം ഈ ഭാഗ്യദേവത ആയ ജാനസ് വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുകയും കഴിഞ്ഞുപോയ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ദേവിയാണ്. ആ ദേവതയുടെ വിശ്വാസമനുസരിച്ച് കഴിഞ്ഞുപോയ വർഷങ്ങളിലെ നന്മതിന്മകളെല്ലാം തിരിച്ചറിഞ്ഞ് വരാനിരിക്കുന്ന വർഷങ്ങളിൽ അവയുടെ തെറ്റുകളൊക്കെ തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് ജീവിതം നയിച്ചു പോയാൽ ഈ ജാനസ് എന്ന് പറയുന്ന ഭാഗ്യദേവത തുണയ്ക്കും എന്ന് റോമക്കാർ വിശ്വസിച്ചു. അങ്ങനെയാണ് അവര് ആ ജാനസ് എന്ന് പറയുന്ന ദേവതയുടെ പേര് ഈ വർഷത്തിന്റെ ആദ്യ മാസത്തിന് കൊടുത്തത്. അങ്ങനെയാണ് ജനുവരി ആയത്. അങ്ങനെയാണ് ജനുവരി എന്ന് പറയുന്ന മാസം ഉണ്ടായത്. അതായത് അവരുടെ അന്നത്തെ കാലഘട്ടത്തിൽ, റോമാക്കാരുടെ കാലഘട്ടത്തിൽ ഈ മഴ, മഞ്ഞ്, ഇരുട്ട് ഇതൊക്കെ മാറി പുതിയൊരു വെളിച്ചം കടന്നു വരുന്നു എന്നുള്ള സൂചനയോടുകൂടി സൂര്യൻ പ്രത്യക്ഷപ്പെടുന്ന ദിവസം. അതാണ് പുതുവർഷ ദിനം. നന്മ തിന്മകളെ കണ്ടെത്താനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെയുള്ള ജാനസ് എന്ന ദേവതയാണ് ജനുവരി എന്ന പേരിൽ അറിയപ്പെട്ടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് വളരെ അഭിമാനത്തോടു കൂടി പറയാം, എല്ലാവർക്കും ശുഭപ്രതീക്ഷകളും അതുപോലെ തന്നെ സച്ചിന്തകളും വികാരങ്ങളും കടന്നു വരുന്ന ഒരു നല്ല ആശംസകൾ നേരുകയാണ്. നന്മ നിറഞ്ഞ പുതുവർഷാശംസകൾ.